മോളെ, ചോദിക്കാതിരുന്നാൽ ഞാൻ തെറ്റുകാരിയാവും. നീയൊരു പെണ്ണ, സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അമ്മായി, നിനക്കെന്റെ മോനെ ഇഷ്ടമാണ്? പറയൂ. നിങ്ങൾ തമ്മിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ശരി, മോള് പോ. ഞാൻ മുരളിയോടൊന്ന് സംസാരിക്കട്ടെ. സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് നാം ഇവിടെ കൽപ്പിക്കുന്ന അതിർത്തികളുണ്ടല്ലോ, അതൊന്നും സിംഗപ്പൂരിലില്ല. പണക്കൊഴുപ്പിന്റെ വിസ്മൃതിയിൽ ബ്രേക്ക് പോയ ബന്ധങ്ങളാണ് ഇവിടെ. നിശാ ക്ലബ്ബുകൾ, നഗ്ന പ്രദർശനങ്ങൾ, അന്വേഷിക്കാതെ തന്നെ മുന്നിലെത്തുന്ന വികാരവതികൾ. ആ പ്രലോഭനങ്ങളിൽ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. എന്റെ മനസ്സ് നിമിഷങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കാമുകന്റേതാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടല്ല, 100 പെൺകുട്ടികളോട്. ഞാൻ അതൊന്നും അറിയാൻ ആഗ്രഹിച്ചില്ലല്ലോ. പ്രമിളെ, ഇന്നലെ രാത്രി ഞാൻ ആ മുറിയിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നീ എതിർക്കുമായിരുന്നു? പറയൂ. എനിക്കറിഞ്ഞൂടാ. വൈക്കത്ത് നിന്നുള്ള മടക്കയാത്രയിൽ നിന്നിൽ ഉണർന്നു കണ്ട വികാരമാണ് എന്നെ നിന്റെ മുറിയിലെത്തിച്ചത്. മുരളി, സിംഗപ്പൂരിലെ അഴിഞ്ഞിടുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തിയല്ലേ? രാത്രി നീ എന്റെ മുറിയിൽ വന്നപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നേക്കാളേറെ നീ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. മുരളി, തകർന്ന മനസ്സോടെയാണ് ഞാനിങ്ങോട്ട് വന്നത്. മുരളി എന്നെ മാറ്റിയെടുത്തു. അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എന്നാൽ നീ നിന്റെ ജീവിതവുമായി എന്റെ മുന്നിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ മുരളിയുടെ മുറപ്പെണ്ണാണ്. എന്നെ മുരളിക്ക് സ്നേഹിക്കാം, വിവാഹം കഴിക്കാം. ആ ഒരു അവകാശം ഉള്ളത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ മനസ്സിലുള്ള മണ്ടൻ കാമ്പിനെ അടിച്ചോടിക്കാൻ മുരളി എന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാലേ മറ്റൊരാൾക്ക് അങ്ങോട്ട് കയറി വരാൻ ഒക്കുമെന്നും ഞാനായിരിക്കുന്നു പ്രമിളയ്ക്ക് തോന്നിയല്ലേ? മുരളി തോന്നിപ്പിച്ചു. മുരളിയുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. അന്ന് സാരികൾ വാങ്ങി തന്നപ്പോൾ ഉടവ വാങ്ങിക്കുന്ന ഒരു കല്യാണ പെണ്ണിന്റെ മനസ്സോടെയാണ് ഞാനത് സ്വീകരിച്ചത്. എനിക്കൊരു ജീവിതം കിട്ടുകയാണെന്ന് ഞാൻ കരുതി. ആ മനസ്സാണ് മുരളി ഇന്നലെ എന്നെ മുരളിയുടെ മുറിയിൽ എത്തിച്ചത്. ഒരിക്കലും എന്റെ ശരീരമല്ല. പ്രമിളെ, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. നീ എന്നെയും. രണ്ടുപേർക്കും തെറ്റിപ്പോയിരിക്കുന്നു. പ്രമിളെ, എന്റെ മനസ്സിലൊരു ഭാര്യയുടെ സങ്കല്പമില്ല. അതുകൊണ്ട് ഒരു ഭർത്താവിനെ നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കും. നിരാശപ്പെടണ്ട. കഴിഞ്ഞതെല്ലാം മറക്കും. മറ്റൊരാളെ കണ്ടെത്താൻ ശ്രമിക്കും.
പിള്ളേ എന്തോ ആ പെട്ടി എടുപ്പിച്ചോളൂ. ഓ നടക്ക്. പിള്ളേ ഈ വീടൊക്കെ കാണിച്ചു കൊടുക്കൂ. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയാണ്. ആ കൃഷ്ണ, അകത്തേക്ക് വെച്ചേക്കു. വരൂ, വീടൊക്കെ ഒന്ന് കാണാം. എന്തെങ്കിലും ചെയ്യിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഒന്നും വേണ്ടാന്നാ പറയാ. എങ്ങനെ സൂക്ഷിച്ചിരുന്ന വീടാണെന്നറിയാമോ? ഇപ്പൊ ഒരടുക്കും ചിട്ടയുമില്ല. അദ്ദേഹത്തിനും ഇല്ല അതിലൊരു താല്പര്യം. ഇതാണ് അദ്ദേഹം ഇരിക്കുന്ന മുറി. വരൂ. ഇരിക്കൂ. എന്റെ ആദ്യ ഭാര്യ വിലാസിനി മരിച്ചിട്ട് 8 വർഷങ്ങളായി. ഇനിയൊരു വിവാഹം വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ മറ്റൊരു തീരുമാനമെടുക്കാൻ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം നിർബന്ധിതനാക്കി. അന്വേഷണങ്ങൾക്കും ചടങ്ങുകൾക്കും നിന്നില്ല. അങ്ങനെയാണ് വധുവിനെ ആവശ്യമുണ്ടെന്ന് പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്നത്. ധാരാളം രക്ഷിതാക്കളുടെ കത്തുകൾ വന്നു. കൂട്ടത്തിൽ ഒരു പെൺകുട്ടി നേരിട്ടെഴുതി. അത് നീയായിരുന്നു. ഇതാണ് ആ കത്ത്. വായിക്കേ. വായിച്ചതല്ലേ? അതെ, പക്ഷേ ഇപ്പോൾ എന്റെ മുന്നിലിരുന്ന് നീ അത് വായിച്ചു കേൾക്കാൻ ഒരാഗ്രഹം. വായിക്കൂ. എന്റെ പേര് പ്രമീള. BA പാസ്സായിട്ടുണ്ട്. പ്രാരാബ്ധങ്ങളും കുടുംബത്തിന് അച്ഛനുണ്ടാക്കി വെച്ച ദുഷ്പേരുകളും കാരണം എനിക്ക് വന്ന വിവാഹാലോചനകളൊക്കെ നടക്കാതെ പോയി. ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. 2 പുരുഷന്മാർ എന്റെ മനസ്സിൽ വിവാഹ പ്രതീക്ഷകൾ ഉണർത്തിയിരുന്നു. നിരാശയായിരുന്നു ഫലം. എന്റെ ശരീരം കളങ്കപ്പെട്ടിട്ടില്ല. സ്നേഹിച്ചവരിൽ എന്റെ മനസ്സ് നഷ്ടപ്പെട്ടിട്ടുമില്ല. എനിക്കൊരു ജീവിതം വേണം. ആ ആഗ്രഹമാണ്
ഈ കത്ത്. ഈ നിസ്സഹായതയും ആത്മാർത്ഥതയുമാണ് നിന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നാട്ടുകാരെ കൊണ്ട് ഇനി അതും പറയിപ്പിക്കാതെ ഇതിന് നോക്കി ആർക്കെങ്കിലും വല്ലയിടത്ത് ഇറങ്ങി പോകാൻ നോക്ക്. ഇതെല്ലാം എനിക്ക്. അതെ, ഇന്നലെ വരെ നീ എന്ത് ധരിച്ചിരുന്നു, എങ്ങനെ നടന്നിരുന്നു എന്നതൊരു പ്രശ്നമല്ല. ഇന്ന് നീ അഡ്വക്കേറ്റ് വിശ്വനാഥന്റെ ഭാര്യയാണ്. ഇനി എന്റെ അന്തസ്സിനൊത്ത് വേണം നീ ജീവിക്കാൻ, പ്രത്യേകിച്ച് വേഷത്തിലും ഭാവത്തിലും. ഇത് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാനുള്ളതാണ്.